പഴയ നിയമത്തിൽ ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲೂ വാഗ്ദത്തം പ്രാപിച്ച സകലരുടെ കയ്യിലും ವಾಗ್ದಾನ ಹೊಂದಿಕೊಂಡ ಪ್ರತಿಯೊಬ್ಬರ ಕೈಯಲ್ಲೂ വടിയുണ്ടായിരുന്നു. ಕೋಲು ಇತ್ತು. മോശെ ദൈവത്തിന്റെ അടുക്കൽ പോയി ದೇವರ ಹತ್ತಿರ ಹೋದನು. ദൈവം മോശയോട് ചോദിച്ചു, ದೇವರು ಮೋಶೆ ಬಳಿಯಲ್ಲಿ ಕೇಳಿದನು, നിന്റെ കയ്യിൽ എന്തോ ഉണ്ട്? ನಿನ್ನ ಕೈಯಲ್ಲಿ ಏನಿದೆ? എന്നാ ഉത്തരം പറഞ്ഞേ? ಅವನು ಏನು ಉತ್ತರ ಹೇಳಿದ್ದು? വടി, ಕೋಲು. ദൈവം പറഞ്ഞു അത് നിലത്തിടുക. ದೇವರು ಹೇಳಿದನು ನೆಲಕ್ಕೆ ಹಾಕು. നിലത്തിട്ടപ്പോൾ അതെന്തവായി? ನೆಲಕ್ಕೆ ಹಾಕದಾಗ ಅದೇನಾಯಿತು? പാമ്പായി മാറി, ಸರ್ಪವಾಗಿ ಮಾರ್ಪಟ್ಟಿತು. ദൈവം പറഞ്ഞു, ದೇವರು ಹೇಳಿದನು അതിന്റെ വാലെ പിടിക്കുക. ಅದರ ಬಾಲವನ್ನು ಹಿಡಿ. അത് വീണ്ടും എന്തായി മാറി? ಅದು ಮತ್ತೆ ಏನಾಗಿ ಮಾರ್ಪಟ್ಟಿತು? വടിയായി മാറി. ಅದು ಕೋಲಾಗಿ ಮಾರ್ಪಟ್ಟಿತು. ആ അധ്യായം 20ാമത്തെ വാക്യത്തിൽ പറയുന്നു, ಅಧ್ಯಾಯದ 20ನೇ ವಚನದಲ್ಲಿ ಹೇಳುತ್ತದೆ, അവൻ ദൈവത്തിന്റെ വടിയും കയ്യിലെടുത്ത് ഫറവോന്റെ അടുക്കിലേക്ക് പോയി. ಅವನು ದೇವರ ಕೋಲನ್ನ ಕೈಯಲ್ಲಿ ತೆಗೆದುಕೊಂಡು ಫರೋಹನ ಬಳಿಗೆ ಹೋದನು. ഇത് ആദ്യം മോശയുടെ വടിയായിരുന്നു. ಇದು ಮೊದಲು ಮೋಶೆಯ ಕೋಲಾಗಿತ್ತು. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇട്ടപ്പോൾ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಹಾಕಿದಾಗ അത് ദൈവത്തിന്റെ വടിയായി മാറി. ದೇವರ ಕೋಲಾಗಿ ಮಾರ್ಪಟ್ಟಿತು. ആ വടിയുമായി ಕೋಲಿನೊಟ್ಟಿಗೆ മോശ ചെന്നു. ಮೋಶೆ ಹೋದನು. ഫറവോനോട് പറഞ്ഞു, ಫರೋಹನ ಬಳಿಯಲ್ಲಿ ಹೇಳಿದನು, എന്റെ ദൈവം പറയുന്നു ജനത്തെ വിട്ടയക്കുക. ನನ್ನ ದೇವರು ಹೇಳಿದನು ಜನರನ್ನ ಕಳಿಸಿಕೊಡು. നിങ്ങൾക്കറിയാം, ನಿಮಗೆ ಗೊತ್ತು, ആ ദേശത്ത് 10 ബാധകളെ ദൈവം അയച്ചു. ಆ ದೇಶದಲ್ಲಿ 10 ಬಾಧೆಗಳನ್ನು ದೇವರು ಕಳಿಸಿದನು. 30 ലക്ഷം ജനത്തെ പുറത്തു കൊണ്ടുവന്നു. 30 ಲಕ್ಷ ಜನರನ್ನ ಹೊರಗಡೆ ಕರೆತಂದನು. അത് അത്ഭുതങ്ങളുടെ വടിയായി മാറി. ಅದು ಅದ್ಭುತಗಳ ಕೋಲಾಗಿ ಮಾರ್ಪಟ್ಟು ചിലതിന്റെ മേൽ ಕೆಲವರ ಮೇಲೆ ദൈവം അധികാരത്തിന്റെ വടി വെളിപ്പെടുത്തുകയാണ്. ದೇವರ ಅಧಿಕಾರದ ಕೋಲಾದ ಪ್ರಕಟವಾಗುತ್ತಾ ಇದೆ. ഫറവോന്റെ വ്യാപാരങ്ങള്, ಫರೋಹನ ಕ್ರಿಯೆಗಳು, ഇരുട്ടിന്റെ ശക്തികള്, ಕತ್ತಲೆಯ ಶಕ್ತಿಗಳು നിന്റെ കാൽ ചുവട്ടിലാക്കാൻ ಈಗ ನಿನ್ನ ಕಾಲಿನ ಕೆಳಗಡೆ ಮಾಡುವುದಕ್ಕೆ അധികാരത്തോടെ ദൈവം ഉപയോഗിക്കും. ಒಂದು ಅಧಿಕಾರದಿಂದ ದೇವರು ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸುವನು. ഈ വടിയുമായി ಈ ಕೋಲಿನೊಟ್ಟಿಗೆ മോശ ചെല്ലുമ്പോൾ ಮೋಶೆ ಹೋದಾಗ അവൻ പോകുന്നത് ಅವನು ಹೋಗುವುದು ഒരു ഉണക്കക്കമ്പ് ചുമന്നുകൊണ്ടല്ല, ಒಂದು ಒಣಗಿದ ಕೋಲನ್ನು ಹೊತ್ತುಕೊಂಡಲ್ಲ, ദൈവിക വാഗ്ദത്തത്തെ ചുമന്നുകൊണ്ട്. ದೇವರ ವಾಗ್ದಾನವನ್ನು ಹೊತ್ತುಕೊಂಡು ಹೋಗುತ್ತಾ ಇದ್ದಾನೆ. നീ പോകുന്നത് ನೀನು ಹೋಗುವುದು അവന്റെ വാഗ്ദത്തങ്ങളെ ಅವನ ചുമന്നുകൊണ്ടാണ്. ವಾಗ್ದಾನಗಳನ್ನು ಹೊಂದಿಕೊಂಡು വാതിലുകൾ നിന്റെ മുമ്പേ തുറക്കും. ಬಾಗಿಲುಗಳು ನಿನ್ನ ಮುಂದೆ ತೆರೆಯುವುದು. നീ പോകുന്നത് ನೀನು ಹೋಗುವುದು അവന്റെ വചനവുമായിട്ടാണെങ്കിൽ, ಆತನ ವಾಕ್ಯದೊಟ್ಟಿಗೆ ಆಗಿರುವುದಾದರೆ, അവന്റെ വാഗ്ദത്തവുമായിട്ടാണെങ്കിൽ. ಅವನ ವಾಗ್ದಾನದೊಟ್ಟಿಗೆ ಆಗಿದ್ದರೆ, പത്രോസിനോട് ചോദിച്ചാ പറയും, ಪೇತ್ರನ ಬಳಿಯಲ್ಲಿ ಕೇಳಿದ್ರೆ ಹೇಳ್ತಾನೆ, അവന്റെ വാഗ്ദത്തം കേട്ടിട്ടാ പോകുന്നെങ്കിൽ, ಅವನ ವಾಗ್ದಾನವನ್ನು ಕೇಳಿ ನಾನು ಹೋಗ್ತಾ ಇದ್ದಾರೆ, ഇതുവരെ പിടിച്ചിട്ടില്ലാത്തൊരു മീൻപിടുത്തം എനിക്ക് ലഭിക്കും. ಇದುವರೆಗೂ ದೊರಕದಿರುವಂತ ಮೀನಿನ ಬೇಟೆ ಅದು ನನಗೆ ದೊರಕುವುದು. പത്രോസ് ദ്രഹ്മ, പണം മീനിന്റെ വയറ്റിൽ എടുക്കാൻ പോയപ്പം വെറും ചൂണ്ടയും കൊണ്ടല്ല പോയ, വാഗ്ദത്തവുമായിട്ടാ പോയെ. ಈಗ ಪೇತ್ರನು ತಾನು ಮೀನಿನ ಬಾಯಲ್ಲಿದ್ದಂತ ನಾಣ್ಯವನ್ನು ತೆಗೆದುಕೊಳ್ಳೋದಕ್ಕೆ ಮೀನು ಹಿಡಿಯೋದಕ್ಕೆ ಹೋದಾಗ ಅವನು ಬೇರೆ ಗಾಳದೊಟ್ಟಿಗೆ ಹೋಗಲಿಲ್ಲ, ಅವನು ವಾಗ್ದಾನದೊಟ್ಟಿಗೆ ಹೋದನು. നീ വാഗ്ദത്തത്തിനകത്താ സഞ്ചരിക്കുന്നെങ്കിൽ, ನೀನು ವಾಗ್ದಾನದ ಹತ್ತಿರ ನೀನು ಯಾತ್ರೆ ಮಾಡ್ತಾ ಇದ್ರೆ, ഒരിടത്തും നിന്റെ വാതിൽ അടയാൻ അവൻ അനുവദിക്കത്തില്ല. ಒಂದು ಕಡೆಯಲ್ಲೂ ನಿನ್ನ ಬಾಗಿಲನ್ನು ಮುಚ್ಚುವುದಕ್ಕೆ ದೇವರ ಅನುಮತಿ ಕೊಡೋದಿಲ್ಲ. ആ വാഗ്ദത്തം നിന്റെ മീതെ ഉള്ളത് കൊണ്ട്, ಆ ವಾಗ್ದಾನ ನಿನ್ನ ಮೇಲೆ ಇರುವುದರಿಂದ ക്ഷാമകാലത്ത് നിനക്ക് കൊയ്ത്തുണ്ടാകാൻ ಈಗ പോകുകയാണ്. ಬರ ಕಾಲದಲ್ಲೂ ನಿನಗೆ ಸುಗ್ಗಿ ಇರುವುದು. വാഗ്ദത്തം നിന്റെ മേലുള്ളത് കൊണ്ട്, ವಾಗ್ದಾನ ನಿನ್ನ ಮೇಲೆ ಇರುವುದರಿಂದ വർദ്ധനവ് ഉണ്ടാകാൻ പോകുകയാണ്. ವೃದ್ಧಿಯು ನಿನಗೆ ಉಂಟಾಗುವುದು. വാഗ്ദത്തം നിന്റെ മേലുള്ളത് കൊണ്ട്, ವಾಗ್ದಾನ ನಿನ್ನ ಮೇಲೆ ಇರುವುದರಿಂದ വഴികൾ തുറക്കാൻ പോകുകയാണ്. ನಿನ್ನ ಮುಂದೆ ಮಾರ್ಗಗಳು ತೆರೆಯಲ್ಪಡುವುದು.